ഫസ്റ്റ് ഇപ്പം ഒരു യൂഷ്വൽ ഫിലിമല്ല 3D ഫിലിമാണ്. അപ്പോൾ ഇനിയും അടുത്തത് ചെയ്യുമ്പോൾ ഇതിലും സംതിങ് മോർ ഡിഫറെന്റ് ചെയ്താൽ നന്നായിരിക്കും. ബറോസ് രാജകീയം ഹോളിവുഡ് ലെവൽ 3D ദൃശ്യവിസ്മയം. കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ദൃശ്യവിരുന്നൊരുക്കി ബറോസ്. സിനിമ കണ്ട് സുചിത്ര മോഹൻലാൽ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഇതുപോലെയുള്ള സിനിമകൾ ഇനിയും വരണം, അടുത്തത് ചെയ്യുമ്പോൾ കൂടുതൽ വ്യത്യസ്തമായിരിക്കണം എന്നാണ് പറഞ്ഞത്. ഇതോടെ ബറോസ് പാർട്ട് 2 വരുമോ എന്നാണ് ആരാധകർ ഒന്നടങ്കം ചോദിക്കുന്നത്. എന്നാൽ സിനിമ നിങ്ങൾ കണ്ടതാണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റുകളായി രേഖപ്പെടുത്തുക. ചിത്രത്തെ ആവേശത്തോടെ സ്വീകരിച്ച കുടുംബ പ്രേക്ഷകർ മികച്ച പ്രതികരണമാണ് നൽകുന്നത്. തിരക്കഥയിലെ പോരായ്മകളെ മറികടക്കുന്ന മോഹൻലാൽ ഉൾപ്പെടെയുള്ള അഭിനേതാക്കൾക്കൊപ്പം അതിഗംഭീരമായ വിഷ്വലുകളും ലോക നിലവാരമുള്ള 3D സാങ്കേതിക മികവും ചേരുന്നതാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ്. മോഹൻലാലിന്റെ ആദ്യ സംവിധാന സംരംഭം എന്ന നിലയ്ക്ക് ചരിത്രത്തിലേക്ക് നടന്നു കയറിയ സിനിമ അത്ഭുതകരമായ 3D അനുഭവമാണ്. എന്നാൽ മലയാളത്തിലെ ഏറ്റവും വലിയ ബിഗ് ബജറ്റ് ചിത്രമാണ് ബറോസ്. 200 കോടിയാണ് മുതൽ മുടക്ക്. വിപണന തന്ത്രം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള സിനിമ പ്രതീക്ഷിച്ചതുപോലെ ഭാഷാപരമായ അതിരുകൾ കടന്ന് ചൈനയിലെയും ജപ്പാനിലെയും ഉൾപ്പെടെ ലോകരാജ്യങ്ങളിലെ കുട്ടികളുടെയും കുടുംബങ്ങളുടെയും മനസ്സിൽ ഇടം പിടിക്കാൻ സാധിക്കുന്ന രീതിയിൽ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ പ്രമുഖ റിവ്യൂ വ്ളോഗർമാർ സിനിമയെക്കുറിച്ച് നെഗറ്റീവ് ഒന്നും പറഞ്ഞതായി ഇതുവരെ റിപ്പോർട്ട് വന്നില്ല. വരും ദിവസങ്ങളിൽ സിനിമയ്ക്ക് വേണ്ടി വൻ ബുക്കിംഗ് ആണ് ബുക്ക് മൈ ഷോയിൽ ലഭിക്കുന്നത്. 1984 ഇന്ത്യയുടെ ആദ്യ 3D ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തന്റെ സംവിധായകൻ ജിജോ ഫുന്നൂസിന്റെ തിരക്കഥയിൽ ആരംഭിച്ച ചിത്രം ഇടയ്ക്ക് നിന്നു പോകുകയും പിന്നീട് TK രാജീവ് കുമാറും മോഹൻലാലും ചേർന്ന് പുതിയ തിരക്കഥ ഒരുക്കുകയായിരുന്നു എന്നാണ് ലഭ്യമായ വിവരം.